മലയാളികൾക്ക് ഏവർക്കും ഇഷ്ടമായ അമല പോൾ ഇപ്പോൾ ഒരു പുസ്തകം തന്നെ എഴുതേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സമയത്താണ് കുഞ്ഞ് വരുന്നത് എന്നാണ് പറയുന്നത്. കുഞ്ഞ് വരുന്നതെന്നും തൻ്റെ ഗർഭകാലത്തെക്കുറിച്ച് ഒരു പുസ്തകം തന്നെ എഴുതേണ്ടി വരുമെന്നാണ് നടി പറയുന്നത്. കുഞ്ഞ് തന്നെ കൂടുതൽ മെച്ചപ്പെട്ട വ്യക്തിയാക്കി മാറ്റിയെന്നാണ് പറയുന്നത്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം തന്നെ കുഞ്ഞുണ്ടായപ്പോഴാണ്. അച്ഛൻ്റെ അകാല വേർപാടും കോവിഡും തന്നെ കടുത്ത മാനസിക സംഘർഷത്തിലേക്കാക്കിയെന്നാണ് അമല പറയുന്നത്. ഒറ്റയ്ക്കുള്ള യാത്രകളായിരുന്നു സ്വയം കണ്ടെത്താൻ സഹായിച്ചതെന്നും പറയുന്നു. അമല പോളിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഗർഭകാലമാണ് എന്നെ ഒരുപാട് മാറ്റിയത്. ഞാൻ എന്നെ മുൻഗണനയ്ക്ക് മാറ്റി. ആ ഞാൻ എവിടെ എന്ന് പോലും അറിയാൻ കഴിയാതെയായി. ശ്രദ്ധ മുഴുവൻ എൻ്റെ ഉള്ളിലുള്ള കുഞ്ഞു ജീവനിലായി. വേറൊന്നിനെക്കുറിച്ചും ആലോചിക്കാനില്ല. 10ഉം 12ഉം മണിക്കൂറുകൾ ഉറങ്ങിയിട്ടും മതിയാവാതിരുന്ന എനിക്ക് 4ഓ 5ഓ മണിക്കൂറുകൾ മാത്രമേ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എങ്കിലും അതൊക്കെ ആസ്വദിക്കാനായി. എല്ലാം ആ കുഞ്ഞു ജീവന് വേണ്ടി എന്ന് മനസ്സിലാക്കുന്നു. ഞാനും ജഗത്തും തമ്മിലുള്ള കണ്ടുമുട്ടി 1ഓ 2ഓ മാസത്തിന് ശേഷമാണ് ഞാൻ ഗർഭിണിയാകുന്നത്. പിന്നീടാണ് വിവാഹം നടക്കുന്നത് തന്നെ. എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഗർഭധാരണം എനിക്ക് കൃത്യമായി ദിശാബോധം തന്നു. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വ്യക്തമായ ഐഡിയയും തന്നു. കുഞ്ഞ് ഞങ്ങളുടെ സ്നേഹത്തെ പൂർണ്ണതയിലേക്ക് എത്തിച്ചു. ഇലായ് എന്നാണ് കുഞ്ഞിന് മകന് പേര് നൽകിയിരിക്കുന്നത്. അവൻ വന്നതിന് ശേഷമാണ് ഞാൻ ക്ഷമ എന്താണെന്ന് മനസ്സിലാക്കിയത്. പങ്കാളി ജഗത്തിനെ കുറിച്ചും അമല അപ്പോൾ വാചാലയായി. ജഗത്താണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്നാണ് അമല പറയുന്നത്. ഞങ്ങളുടെ കഥ സിനിമയാക്കുമെങ്കിൽ അതിന് പേരിടുക എൻ്റെ മറുപിള്ളയെ നീ അടക്കം ചെയ്യുമോ എന്നായിരിക്കും എന്ന് പുഞ്ചിരിയോടെ അമല പറയുന്നു. അതിനുള്ള കാരണം ഇങ്ങനെയാണ്: കുഞ്ഞ് പിറന്നതിന് ശേഷമുള്ള മറുപിള്ളയെ പൂജകളോടെ സംസ്കരിക്കുക പണ്ടുകാലത്തെ ചടങ്ങാണ്. അത് ഒരാഘോഷപൂർവ്വമായാണ് എടുക്കുന്നത്. കുഞ്ഞിനോടൊപ്പമാണ് പ്ലാസൻ്റയും വളരുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. അമ്മയെയും സ്ത്രീയുടെ അതുവരെയുള്ള മുഴുവൻ ട്രോമകളും നെഗറ്റിവിറ്റിയും അതോടെ അടക്കം ചെയ്യപ്പെടുന്നു എന്നാണ് സങ്കല്പം. അമ്മയ്ക്കും കുഞ്ഞിനും പുതുജന്മം നൽകി എന്ന അർത്ഥത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. എല്ലാം ചെയ്തത് എൻ്റെ ജഗത് മാത്രമായിരുന്നു. ജഗത്തിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും പറയുന്നു.